ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റേതെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, ഞങ്ങളെ സാധാരണഗതിയിൽ ഒരു സിനിമയുടെ റിലീസിന് മുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംഘടന ചർച്ച ചെയ്യുന്നത്. റിലീസിന് ശേഷമുള്ള ചർച്ചയാണ്, നിർഭാഗ്യകരമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് നമ്മൾ സംസാരിച്ചു അതിനകത്ത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അങ്ങനെ ഒരു ഗ്രീവൻസ് ആ പ്രൊഡ്യൂസറിനുണ്ടെങ്കിൽ അവരത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി. അപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ അതിൻ്റെ ചിലവും കണക്കും ഒക്കെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങനെയൊരു വളരെ വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നമ്മളായിട്ട് പോയിട്ട് അതിനകത്തൊരു അഭിപ്രായം പറയുന്നത് ഇപ്പോൾ അതിനുള്ളൊരു സാങ്കത്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് പൊതുവേ പറയാനുള്ളൊരു കാര്യം, ഒരു സിനിമ ഓടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംവിധാനം ചെയ്ത ഒരു നടനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, കേൾക്കണേ നിങ്ങൾ, ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, ഈ നടന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് എഡിറ്റ് ചെയ്ത് അവരൊരു വഴിയാവുന്നു എന്നാണ് പറയുന്നത്. സിനിമ അത് പരാതിയായിട്ട് വന്നിട്ടുണ്ട്, ഇല്ലേ വിപിൻ? പരാതിയായിട്ട് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ആരോടും എന്താ പറയണ്ട, ഒരു കലഹത്തിന് പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നടനും മലയാളത്തിൽ കോസ്റ്റ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പറയാൻ ആഗ്രഹിക്കുന്നു, വേറൊന്നും പറയാനില്ല. അത് കാണിച്ചോട്ടെ, അത് കുഴപ്പമില്ല. രാജിവെച്ചില്ലല്ലോ, പോട്ടെ. അല്ലല്ല, അത് വിട്ടേക്ക്. നിങ്ങളെന്തിനാ അതിന് ബോധർ ചെയ്യുന്നത്? ഞാൻ ഒരു തീരുമാനം പറഞ്ഞല്ലോ, ശരി, വേറെ ഒന്നുമില്ലല്ലോ. അതിനൊന്നും ഞങ്ങൾ ഭാഗമാക്കാവില്ല കേട്ടോ. അതൊക്കെ ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ചർച്ചയിലൊക്കെ ഞങ്ങൾ കേട്ടു. ഇന്ന് ഞങ്ങളുടെ ജനറൽ കൗൺസിലും അത് ചർച്ചയുണ്ടായി. ഈ സക്സസ് ആവുന്ന സിനിമ പെട്ടെന്നൊരു നടൻ ആണ്, അയാൾ മറ്റേ സംവിധായക കഴിവുകേടാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനത്തെ മിത്തുകളിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രകോപനത്തിനും ഇപ്പോൾ വശംവദനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് അഡ്രസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ആ അഡ്രസ് ചെയ്യുന്നൊരു ഒരു സമയമാകുമ്പോൾ നോക്കാം. പണ്ടത്തെ പോലൊന്നും വയ്യ സൈഫിന് സാർ, വളരെ ഒതുങ്ങിയിരിക്കുക. ശരി, ഓക്കെ ആവട്ടെ. താങ്ക് യു.